ഇനി ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയാൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ എതിർപ്പില്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം അനുവദിച്ച് കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞങ്ങൾക്കിപ്പോൾ കൂടുതലൊന്നും ഇപ്പോൾ പറയാനില്ല. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മതസംഘടനകളും ചേർന്ന് ഞങ്ങൾക്ക് നീതി ഉറപ്പുതരണം. ഇതിപ്പോ പക്ഷെ ഒരു നിയമ പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണല്ലോ. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും എന്നതിനപ്പുറത്തേക്ക് ഇതൊരു നിയമ പ്രശ്നമാണ്. ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസാണ്. അതിൽ നൂലാമാലകൾ ഏറെയുണ്ട്. ഗൗരവമുള്ള 2 വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും അതിൽ നിയമപരമായി തന്നെ ആ കുരുക്കഴിച്ചു വരേണ്ടതുണ്ട്. ഓക്കെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ വലിയ ഒരു പ്രതിഷേധത്തിന്റെ വേദിയിൽ നിന്ന് കൂടിയാണല്ലോ ശ്രീമതി മഞ്ജു പാംബ്ലാനി പിതാവ് അടക്കമുള്ളവരൊക്കെ പങ്കെടുത്തൊരു പ്രതിഷേധത്തിന്റെ വേദിയിൽ നിന്നാണ് അങ്ങ് സൂപ്പർ പ്രൈം ടൈമിന്റെ ഭാഗമാകുന്നത് ഈ ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ചിലത് കൂടി ഉണ്ട് എന്നൊരു തോന്നൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണ്. ആ തരത്തിലുള്ള ഇടപെടലുകളും സർക്കാരുകളുടെ ഇടപെടലുകളും കൂടി ഉണ്ടാകുന്നുണ്ട്. കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നങ്ങൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നില്ലേ? അവിടെ നിന്നാണ് ഞങ്ങളുടെ ചർച്ചയിലേക്ക് വരുന്നത്. അതെ, അവിടെ ഉണ്ടായ ഒരു വികാരം എന്താണ്? ഏതു തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാനാണുള്ള തീരുമാനം? ഇവിടെ നിന്ന് കൂടിയ ജനങ്ങളെ കണ്ടാൽ നമുക്കറിയാം ഇവർ എത്രമാത്രം നമ്മളോട് സപ്പോർട്ടീവാണ് എന്നുള്ളത്. സഭയുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ ഒരു ഐക്യത്തെയാണ് ഈ ജനസമൂഹത്തെ കാണുമ്പോൾ നമുക്ക് ഉറപ്പാവുന്നത്. ശരി, അവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ അവിടെ ഉള്ളവർ? ഇപ്പോൾ സഹോദരനടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജാമ്യം പെട്ടെന്ന് കിട്ടും എന്നൊരു വിശ്വാസമുണ്ടോ? ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. ശരി, എന്നാണ് ജാമ്യാപേക്ഷ ഇനി നൽകുക എന്നത് സംബന്ധിച്ച്? ഇന്ന് ഞങ്ങളോട് അതിനെക്കുറിച്ചൊന്നും അവർ സംസാരിച്ചിട്ടില്ല. ഞങ്ങളെ അറിയിക്കുമായിരിക്കാം. ശരി, എന്തായാലും നമുക്കൊക്കെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തീരുമാനത്തിനെതിരെ വീണ്ടും കോടതിയിലേക്ക് പോവുക എന്നാണ്. അങ്ങനെയാണ് എങ്കിലൊരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം.